അതിന് ഇവിടുന്ന് പോയ ഒരു എം പി ആണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മണ്ഡലമല്ലാത്തതുകൊണ്ടായിരിക്കും. ഇനി അതിനകത്ത് സമയമായിട്ടില്ലെന്ന് എന്ന് സമയമാവും ഉള്ളത് അദ്ദേഹം ഇവരെ പറഞ്ഞു കേട്ടില്ല. സമയമായിട്ടില്ലെന്ന് സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് കൈയച്ചുള്ള സഹായം നടത്തണം. ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരി കൊടുക്കാൻ അറിയാമായിരുന്നല്ലോ ഊന്നുവടികളെ സംരക്ഷിക്കാൻ. അപ്പോൾ ഇതേപോലെ ഇത്രയും വലിയൊരു കലാമിറ്റി ഉണ്ടായ, പ്രകൃതി ദുരന്തമുണ്ടായ, അതിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വയനാടിനെ സഹായിക്കാൻ എന്താ മുന്നോട്ട് വരാത്തത്? വയനാടിന്റെ എം പി എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ആയിപ്പോയതുകൊണ്ടായിരിക്കാം. അതാ കാര്യം. രാഹുൽ ഗാന്ധി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. പോയി പഠിച്ചിട്ട് വരാനൊക്കെ നമ്മുടെ ബഹുമാനിയായ എം പി പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹം ആദ്യം പഠിക്കട്ടെ എന്താണെന്ന്, ജനങ്ങളെ സേവിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കട്ടെ. അത് തൃശ്ശൂർ അല്ലാത്തതുകൊണ്ടായി, ആ മണ്ഡലത്തിൽ അല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ രീതിയിൽ ഉള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. ഇത് പഠിച്ചിട്ട് ശ്രീ സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യണം, പഠിച്ചിട്ട് പ്രതികരിക്കണം. ഇങ്ങനെ പ്രതികരിക്കാൻ പാടില്ല. ഇത് ജനങ്ങളുടെ, അതായത് എരുതിയിൽ എണ്ണ ഉപയോഗിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള വർത്തമാനം പറയുന്നത്. അതിനോടൊപ്പം നിൽക്കണം, ഇവിടുത്തെ ആളുകളോടൊപ്പം നിൽക്കണം. അദ്ദേഹം മലയാളിയാണെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം. അത് കഴിഞ്ഞാണ് അദ്ദേഹം എം പി ആവുന്നത് എന്ന് കരുതിയാൽ മതി. ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു, അതുപോലെ ഒരു കലാകാരനായിരുന്നു. ഇപ്പൊ എം പി ആയിപ്പോയി. അതായി കഴിഞ്ഞപ്പോൾ മന്ത്രിയായി. കഴിഞ്ഞപ്പോഴത്തേക്ക് രൂപം ഭാവം മാറുന്ന ആ ശീലം ഉണ്ടല്ലോ, അത് നല്ലതല്ല. ശ്രീ സുരേഷ് ഗോപി, നിങ്ങൾക്ക് തിരിച്ചറിയും. കാരണം ഇത് വലിയ പ്രശ്നമാണ്, ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഈ രീതിയിൽ ഇത് പറയുന്നത്. ഇതിനോടൊപ്പം നിൽക്കുക. സെൻട്രൽ ഗവൺമെന്റിന്റെ